തുടങ്ങിയാലോ? പ്രഷർ തുടങ്ങി. പ്രഷറായി. പ്രഷർ അടിപ്പിക്കണമെന്ന് തുടങ്ങോ? പിന്നല്ലാണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും ശീലമില്ല. ഉത്തരം അറിയാത്തതിന്റെ പ്രഷറല്ല, ഇതൊക്കെ അഭിമുഖീകരിക്കണതിന്റെ പ്രഷറാണ്. തുടങ്ങ്. റെഡി. നേരെ ഒരു 2 സെക്കൻഡിനുള്ളിൽ വണ്ടി ഇടിച്ചു, മറിഞ്ഞു. ഒരു 90 ഡിഗ്രി മറിഞ്ഞു. അല്ലല്ല, ഇങ്ങനെ ഇരുന്നില്ലടാ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് സംഗീതത്തിന്റെ ഹെയർ സ്റ്റൈൽ മറ്റേ ബസ് കട്ടൊക്കെ പോലെ. അപ്പൊ അടുത്ത ദിവസം നോക്കുമ്പോ ഞങ്ങളുടെ റൈഡർ ബസ് കട്ടൊക്കെ ഞാനിപ്പോ ഉറപ്പിച്ചു നീയാണല്ലോടോ എന്റെ റോൾ ചെയ്യുന്നത്. താല്പര്യമില്ല, ചെയ്യാണെങ്കിൽ നായകൻ. ആ മുകളിലായിരുന്നു ഞാനതൊക്കെ. താടിയൊക്കെ ഒന്നും എനിക്ക് അതൊന്നുമില്ല. മമിത അവിടെ പോയപ്പോ വിജയ് വീഡിയോ ഞാൻ ആ പൈസ ഒരിക്കലും സംഗീതം തിരിച്ചു കൊടുക്കില്ല. ആ കട എനിക്ക് എന്തും വേണം, സംഗീതം. ഞാനത് വാങ്ങിയില്ല, കടപ്പെട്ടിരിക്കണവൻ. ഇതാ നാടിനെ പറ്റി അവരുടെ കൾച്ചറും അല്ലേ പറയുന്ന ടേക്ക് അതൊരു 40ാമത്തെ ടേക്ക്. അങ്ങനെയാണോ സംഗീതട്ടാ? ഞാൻ മരിച്ചിട്ടായാലും സംഗീതം രക്ഷപ്പെടുത്തും. എങ്ങനെ രക്ഷപ്പെടുത്താ? ആരാന്ന് പറഞ്ഞാ മതി, സംഗീതേട്ടൻ ഓർ മാത്യു? എല്ലാം എന്റെ സംഗീതേട്ടൻ. ഡയലോഗ്സ് കൂടുതൽ മറക്കുന്നത് ആരാണ്? സംഗീതേട്ടൻ. അല്ലല്ല, പോടാ. എടുത്തോ സംഗീതേട്ടൻ. എടുക്ക്. പുതിയ പടം അനൗൺസ് ചെയ്തില്ലേ? വിജയുടെ കൂടെ അഭിനയിച്ചാരൊന്നും എന്തെങ്കിലും ചോദിക്കാം, അവൻ എടുക്കട്ടെ. അത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേ. വിജയനെ പോലെ ഓപ്പൺ ആവുന്നുണ്ടോ? ഇല്ല. പാർവതി ബാബുവിന്റെ ഇന്റർവ്യൂവിൽ അങ്ങനെ ആവാം. ഞാൻ തുറന്നു പറയാൻ വേണ്ടിട്ട് ഇവിടെ വന്നേക്കുന്നത്. സംഗീതേട്ടൻ ഈ ഇന്റർവ്യൂവിന്റെ ഐശ്വര്യം. ഒരു ഫോട്ടോ ഹലോ എവരിവൺ, വെൽക്കം ടു. പറയണോ ഇന്റർവ്യൂല്? മാത്യു പ്ലീസ് ഉള്ളോ ഞാൻ കേട്ടത്. ഓക്കെ, ഹലോ എവരിവൺ, വെൽക്കം ടു ഹാപ്പി ഫ്രെയിംസ്. നമ്മളുടെ ലൈഫിലൊക്കെ ഫ്രണ്ട്ഷിപ്പിന് നമുക്ക് ഭയങ്കര വാല്യൂ ഉണ്ടല്ലേ. താങ്ങും തണലുമായി നിൽക്കുന്ന ഒരു കൂട്ടം ഫ്രണ്ട്സ് ആവാം, ചിലപ്പോൾ ഒറ്റ ഒരാളായിരിക്കാം. ഇന്ന് അതുപോലെ ഹാപ്പി ഫ്രെയിംസിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് 2 ഫ്രണ്ട്സ് ആണ്. ഞാനൊന്ന് പേര് പറഞ്ഞോട്ടെ. വെൽക്കം ചെയ്തില്ലല്ലോ. വെൽക്കം മാത്യു ആൻഡ് സംഗീത്. എനിക്ക് ഇൻട്രോ ഒന്നും വേണ്ടായിരുന്നു സത്യം പറഞ്ഞ. ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? പറയൂ. ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി ഭയങ്കര സെറ്റ് ആയല്ലേ മാത്യു? ആളെ വെച്ച് ജീവിപ്പിച്ചു വന്നത് മുതലായി. എങ്ങനെയുണ്ടായി സംഗീതയുടെ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ മാറ്റി വന്നപ്പോ സംഗീതയുടെ റിയാക്ഷൻ എന്തായിരുന്നു? ഇവന്റെ ഹെയർ സ്റ്റൈൽ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? അല്ല, ഞാൻ പടത്തിൽ ഇങ്ങനെയാ പിടിക്കാന്ന് വിചാരിച്ചിട്ടാ. പടത്തിൽ ഇങ്ങനെയല്ലല്ലോ, ഏകദേശം ഇങ്ങനെയാ പോസ്റ്റർ എടുത്തു. തുടക്കത്തിലേ അതെ അതെ. ഏത് പടത്തിൽ? ബ്രോമാൻസ്. എനിക്ക് തോന്നുന്നു ആ ടൈറ്റിൽ നിങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര ആപ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബ്രോമാൻസ് എന്ന് പറയുന്നത് എപ്പോഴാണ് നിങ്ങളുടെ 2 പേരുടെയും ബ്രോമാൻസ് സ്റ്റാർട്ട് ചെയ്തത്? തണ്ണീർമത്തൻ സ്ക്രിപ്റ്റ് എല്ലാവരുമായിട്ടുള്ള ഒരു റീഡിങ് സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് എന്റെ സംഗീതേട്ടനെ പരിചയപ്പെടുന്നു. ഞാനിതൊക്കെ മറന്നു.
ഒരു ഇൻസ്റ്റന്റ് കെമിസ്ട്രി ആയിരുന്നു അതോ ടൈം എടുത്ത് വർക്കൗട്ട് ചെയ്തു? അവിടെ വെച്ച് കണ്ടു അങ്ങനെ. എനിക്ക് ഇവനെ ഭയങ്കര കാര്യമായിരുന്നു, കാരണം ഇവൻ കുമ്പളങ്ങിയിൽ അഭിനയിച്ചോണ്ട് ആ ഒരു ഞാൻ നോക്കിയപ്പോ ഏതോ ഏതോരുത്തരല്ല സ്പോട്ട് എഡിറ്ററാന്ന് മനസ്സിലായപ്പോ, അല്ല ആദ്യം എഡിറ്ററിന്റെ അസോസിയേറ്റ് ആന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നോക്കിയപ്പോ ലൊക്കേഷനിലൊക്കെ ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ പടമുള്ളൂ. അപ്പൊ ആദ്യത്തെ പടത്തിൽ സ്പോട്ട് എഡിറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ സ്പോട്ടിൽ എഡിറ്റ് ചെയ്യുന്ന ഒരാളാന്ന് മനസ്സിലായി. അങ്ങനെയൊക്കെ ഒരാള് ഭയങ്കര ഒരാള് ഷോ ഇട്ടാ ഞാനൊന്നും കുറച്ച് ചെറുതായിട്ടൊരു പക്ഷി ഇല്ല പാവായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് ഈയിടെയായിട്ടാണ് കുറച്ച്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നത് ഷൂട്ടൊക്കെ തുടങ്ങി 2-3 ദിവസം എന്റെ റൂമിന്റെ തൊട്ടടുത്താണ് സംഗീതന്റെ റൂം, തൊട്ടടുത്ത്. എന്തോ അങ്ങനെ കൊണ്ടിട്ടല്ലേ. അപ്പൊ അല്ല അപ്പൊ അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോ 3-4 ദിവസമൊക്കെ ആകുമ്പോ സംഗീതം ഒന്ന് കാണിച്ചു തരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെല്ലുമായിരുന്നു. സംഗീതം എഡിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ അവിടെ കാണാ അങ്ങനെയായിരുന്നു, ഒരുമിച്ചിരിക്കുമായിരുന്നു. അപ്പൊ സംഗീതം എഡിറ്റ് ഒക്കെ ചെയ്യുമ്പോഴും ഞാൻ അവിടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കും. അപ്പൊ അങ്ങനെ തുടങ്ങിയൊരു ആക്ച്വലി എനിക്ക് തോന്നുന്നു ആ റൂം എടുത്തായതിൻ്റെതായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് പ്രശ്നമല്ല, അങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയെന്നാ പറഞ്ഞത്. റൂം അടുത്തല്ലായിരുന്നെങ്കിലും സെറ്റിലൊക്കെ ഒന്നിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ സെറ്റായി. സ്നേഹം കൂടുമ്പോ സംഗീതേട്ടാന്ന് വിളിക്കും, അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോ ഒന്നും പറയാതിരിക്കും. ഞങ്ങളോടെ കറണ്ട് കിട്ടും. റൊമാൻസിന്റെ സെറ്റിലും ഭയങ്കര പ്രശ്നമായിരുന്നു. ഒരു ദിവസം. ഓക്കെ, അപ്പൊ അങ്ങനെ സംഗീതന്റെ എഡിറ്റിങ്ങിനെ പറ്റി പറയുന്നു. മാത്യുവിന്റെ ആക്ടിങ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോ എന്തായിരുന്നു? ആത്മാർത്ഥ സുഹൃത്ത് അല്ലെങ്കിൽ ഒരു എന്നെ വിളിച്ചു അപ്പൊ തന്നെ വേറെ ആർക്കൊക്കെയോ സ്റ്റേറ്റ് അവാർഡ് തട്ടിയെടുത്തു എന്ന് പറഞ്ഞ് അപമാനം കൺഗ്രാജുലേറ്റ് ചെയ്ത് എനിക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ കിട്ടുന്നത് നിന്റെ ഓളാ അടിച്ചമർത്തി. മാത്യു ഒരു കൺഗ്രാജുലേഷൻസ് പറഞ്ഞു. ആദ്യം കൺഗ്രാജുലേറ്റ് ചെയ്തു, അടിച്ചമർത്തി ചെറുതായിട്ട്. തിരിച്ചെന്തായിരുന്നു മറുപടി? ഞാനത് അംഗീകരിച്ചു, ഞാനും അതിനെ വിശ്വസിക്കുന്നു. ആർക്കോ. മാത്യു, ഈ ഒരു കൂട്ടായ്മയെ കുറിച്ച് എന്താ പറയാനുള്ളത്? നമ്മുടെ ചമൻ, തോമസ്, സംഗീതേട്ടൻ, ഈ 3 പേരുടെ ഇടയിൽ വരുന്ന ഒരാളും കൂടെയാണ് മാത്യു. ഇവര് 3 പേരും എഡിറ്റേഴ്സ് ആണ്. ഞാനില്ലോട്ടോ, മാത്യു അല്ല, തോമസ്, ചമൻ ആൻഡ് സംഗീതേട്ടൻ, ഇവര് 3 പേരും എഡിറ്റേഴ്സ് ആണ്. തണ്ണീർമത്തം ചെയ്യുമ്പോ ഷമീർക്കയുടെ അസോസിയേറ്റ്സ് ആണ്. ഇവരെല്ലാം നമ്മുടെ സമീർ മുഹമ്മദിന്റെ ശിഷ്യന്മാരാണ് ഇവരെല്ലാവരും. ചമ്മനെ എനിക്ക് ഷൂട്ടിന്റെ സമയത്തൊന്നും നല്ല പരിചയം. സംഗീതൻ ഫുൾ ഉണ്ടായിരുന്നു. തോമസ് ഏട്ടൻ്റെ ഒരു ലാസ്റ്റ് ഒരു ചെറിയ പാച്ചും ലാസ്റ്റ് ഷെഡ്യൂളൊക്കെ ആയപ്പോ തോമസ് ഏട്ടൻ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ തോമസ് ഏട്ടനെ പരിചയപ്പെട്ടു. സംഗീതനായിട്ട് നല്ല അടുപ്പുണ്ടായിരുന്നു. അപ്പൊ അവര് ജോവാൻജോവിന്റെ അടുത്താണ് ചമൻ. അപ്പൊ ആ സമയത്താണ് ചമനായിട്ട് അടുപ്പാവുന്ന. തോമസ് ഏട്ടനും ഉണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെയാണ് 3 എഡിറ്റേഴ്സിന്റെ ഇടയ്ക്ക് പെട്ടു. ഞങ്ങൾ ആക്ച്വലി തുടങ്ങിയതൊക്കെ ഒരുമിച്ചാ. എല്ലാവരും എഡിറ്റേഴ്സ്, ഇൻഡിപെൻഡന്റ് എഡിറ്റേഴ്സ് ആവാൻ വേണ്ടിയിട്ട് തന്നെ പാഷനേറ്റ് ആയിട്ട് വന്ന് ഷമീർക്കയുടെ കൂടെ വർക്ക് ചെയ്ത് അവിടെ തന്നെയായിരുന്നു ഞങ്ങൾ ആക്ച്വലി താമസിച്ചിരുന്നതും. ഞങ്ങളൊരു വീടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ 3 പേരും കൂടി എടപ്പള്ളിയിൽ. 3 പേരല്ല വേറെയും ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് തന്നെ എല്ലാ സ്റ്റേജിലും എല്ലാ സ്ട്രഗിളിലും ഒക്കെ ഒരുമിച്ച് ഉണ്ടായിരുന്നവരാണ്. അത് വന്ന് നിൽക്കുന്നത് റൊമാൻസിൽ, പക്ഷെ 3 മേഖലയിലാണ് മാത്രം. റൈറ്ററാണ്, അതാണ് മറ്റേ ഫോട്ടോ 3 പേരുടെ ഫോട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ 3 പേരോട് ഫസ്റ്റ് ഡേ എടുത്താണ്. ആക്ച്വലി അതൊക്കെ ഭയങ്കര 3 പേര് ഒന്നിച്ചൊരു സെറ്റിൽ വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം നമ്മൾ അന്ന് തുടങ്ങിയ എല്ലാ എവിടെയെങ്കിലും രക്ഷപ്പെടൂ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് ചോദിച്ച് കഷ്ടപ്പെട്ട് ഉള്ള സ്ട്രഗിളിൽ പോയിട്ടുള്ളത്. അപ്പോൾ ഈ മൊമെന്റ് ഒട്ടും എക്സ്പെക്ടിങ് അല്ല. എഡിറ്റേഴ്സ് ആയിട്ട് 3 പേരും വരും എന്നുള്ളതൊരു ഹോപ്പ് ഉണ്ടായിരുന്നെങ്കിലും ഒരേ സിനിമയിൽ നമ്മൾക്ക് ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരിക്കലും ശരിക്കും ഇമ്പോസിബിൾ ആണ്. ശരിക്കും എഡിറ്റേഴ്സ് ആയിട്ട് പോയിരുന്നെങ്കിൽ ഇത് ഒരിക്കലും സംഭവിക്കില്ലല്ലോ. അതെ, അടുത്ത സംഗീതേട്ടാ, ഹെൽത്ത് ഒക്കെ ഓക്കെ ആയോ സംഗീതേട്ടൻ്റെ? അതെന്താ ജിംസിന്റെ ഹെൽത്ത് ഒക്കെ ഓക്കെ അല്ലേ? അത് ചോദിക്കണ്ടേ? നമ്മള് അറിയുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാനത് ചോദിച്ചറിയണമല്ലോ. രക്ഷപ്പെട്ട് ചത്തിട്ടില്ല. മാത്യു പേടിച്ചു പോയാന്ന്? പേടിക്കാനോ, അവനല്ല എന്നെ രക്ഷിച്ചത്. മാത്യു ആയിരുന്നല്ലോ. അതായത് എല്ലാരും പേടിച്ചു തുടങ്ങി. പേടിച്ചു. ഇവൻ തന്നെ ഇല്ലില്ല.
എങ്ങനെയായിരുന്നു മാത്യു രക്ഷിച്ചത്? ഞാൻ മാത്യു രക്ഷിച്ചു. എടാ ആ സീറ്റ് ബെൽറ്റ് ക്ലിക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്റെ മേത്തായിരുന്നു. അതാണ് രക്ഷിച്ചത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതുകൊണ്ട് 2 രീതിയിൽ രക്ഷിച്ചു. ആണല്ലേ? ഞാൻ പറയാം കഥ, ഞാൻ പറയാം. നിങ്ങൾ എല്ലാ കഥ ഇവിടെ ഓപ്പൺ ഇല്ല, ചിലത് പറയാൻ പറ്റില്ല. പറയാൻ പറ്റുന്ന കഥ പറ സംഗീത. അത് പറയാം. ആക്ച്വലി ബ്രൊമാൻസിന്റെ ഷൂട്ടിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സീക്വൻസ്, അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും സെറ്റായി. ആക്ച്വലി കറക്റ്റ് ഒരു മണി 12:30 ഉണ്ട്. ഇവനൊന്ന് തലകറക്കമൊക്കെ ആയിട്ട് ഒരു അപ്പുവട്ടൻ ലെവലിൽ ഇവൻ തറയിൽ കിടക്കുക, MG റോട്ടില് തറയിൽ കിടക്കുന്നു. ഞാനതൊക്കെ വീഡിയോ എടുക്കുന്നു. പതിവില്ലാത്തൊരു സന്തോഷം എനിക്ക്, എന്താണെന്ന് അറിയില്ല. ഞാൻ ഭയങ്കര ഹാപ്പി. ഞാൻ വൈഫിനൊക്കെ മെസ്സേജ് അയക്കുന്നു 1 മണിക്ക്, അല്ലെങ്കിൽ ഞാൻ അയക്കാറേയില്ല. ഷൂട്ടിന് വന്നു കഴിഞ്ഞാൽ ഷൂട്ട് ചുമ്മാ മെസ്സേജ് അയക്കുന്നു. കുറെ ആരുടെയോ ബർത്ത്ഡേ ഉണ്ടായിരുന്നു, അവർക്കൊക്കെ വിഷ് ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഷൂട്ട് അതിന് മുമ്പ് ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു. ആ സീക്വൻസ് ഞങ്ങൾ എല്ലാവരും കൂടി ആക്ച്വലി ഒന്ന് സിങ്കായി വന്നൊരു സീക്വൻസ് ആയിരുന്നു. ഈ സംഭവിച്ച ഷോട്ടിന്റെ തന്നെ ടോട്ടലി പ്രീവിയസ് എടുത്തിരുന്നു. അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇതിൽ കയറി ആദ്യം റിഹേഴ്സൽ എടുത്തു. റിഹേഴ്സൽ എടുത്തപ്പോഴേക്കും ഒരു പന്തികേട്, എന്തോ ഒരു പ്രശ്നം പോലെ. ഇല്ല, കുഴപ്പമുണ്ടാവില്ല. വേറെ കാർ യൂട്ടേൺ എടുത്ത് തിരിച്ചു വന്ന് അതിന്റെ ഒരു റിഹേഴ്സലും കൂടി പോയി. ഒന്ന് സെറ്റ് ആവണം, കാരണം എല്ലാവരുടെയും ഒരു കോർഡിനേഷൻ കറക്റ്റ് ആവാൻ വേണ്ടിട്ട് ഒന്നും കൂടി ഷോട്ട് പോകും. രണ്ടാമത്തെ ഷോട്ട് പോകുന്ന സമയത്ത് ആദ്യത്തെ പന്തികേടിന്റെ ഇതുകൊണ്ടായിരിക്കണം എന്റെ ഫസ്റ്റ് രക്ഷകൻ അർജുൻ ചേട്ടനാണ്. അർജുൻ അശോകൻ ഇങ്ങനെ തിരിഞ്ഞിട്ട്, അല്ല പുള്ളി ഇട്ടിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഫ്രണ്ട് സീറ്റിലാണ്, നമ്മൾ ബാക്ക് സീറ്റിൽ ഇരിക്കുമ്പോ ബെൽറ്റ് ഇടില്ലല്ലോ. എടാ ബെൽറ്റ് ഇട്ടേക്കിട്ടോ, ബെൽറ്റ് ഇട്ടേക്കാലെന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവരെ രണ്ടുപേരും ക്ലിക്ക് സൗണ്ട്. അപ്പൊ ഞാൻ ഇവിടുന്ന് വലിക്ക, ബാക്കിൽ ജാമ വരുന്നില്ല ഈ സാധനം. എനിക്കാണെങ്കിൽ ബെൽറ്റ് തരണമൊന്നും ഇഷ്ടമേ അല്ല, മടിയാ ഭയങ്കര. ബാക്ക് സീറ്റിൽ, ഫ്രണ്ട് സീറ്റിൽ പോലും മടിയാണ്. അപ്പൊ ബാക്ക് സീറ്റിൽ ഭയങ്കര പാട്. മാത്യു അനാവശ്യമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് കയറി വലിച്ച് കറക്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോ ഞാൻ നേരെ നോക്കുമ്പോ ഞാൻ കാണുന്നത് വണ്ടി പാളുന്നതാ. നേരെ ഒരു 2 സെക്കൻഡിനുള്ളിൽ വണ്ടി ഇടിച്ചു, മറിഞ്ഞു. ഒരു 90 ഡിഗ്രി മറിഞ്ഞു. അല്ലല്ല, ഇങ്ങനെ ഇരുന്നില്ലടാ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയോ അവസാനം ഞാൻ നോള, അതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ മുകളില് അർജുൻ ചേട്ടനും എയറില്, ഇവരും ഓടിച്ച ചേട്ടനും താഴെ. പക്ഷെ ഇതൊന്നും സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് തന്നെ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇരുട്ടാ. ഞാൻ എവിടെയോ ഇരിക്കുന്നതാന്ന് എനിക്കറിയാം, അതിൽ കൂടുതലൊന്നും മനസ്സിലാവുന്നില്ല. കോൺവെർസേഷനാ, എല്ലാരും ഓക്കെ അല്ലേ, എല്ലാരും ഓക്കെ അല്ലേ. അപ്പൊ ഇവരൊക്കെ ഞാൻ ഓക്കെ, അപ്പൊ ഞാൻ മാത്രം ഓക്കെ അല്ല. അപ്പൊ എനിക്ക് എന്തോ അടിക്കുന്നു. ഞാൻ പറയാം ഞാൻ ഓക്കെ അല്ല, എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ആ വണ്ടി ആരെങ്കിലും ഒന്ന് ഓഫ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഞങ്ങൾ നോക്കിയപ്പോ ഡ്രൈവർ ഏട്ടനൊന്നും കാണില്ല. പുള്ളി എങ്ങനെയോ രക്ഷപ്പെട്ടു. അവസാനം ഞങ്ങള് രണ്ടുപേരും മാത്രമേ ഉള്ളൂ. കൊറേ പേര് വന്ന് നേരെ ആക്കണമല്ലോ. വണ്ടി നേരെയാക്കുമ്പോ എന്തെങ്കിലും പറ്റുമോ, ഇവൻ മറിക്കല്ലേ ഞാൻ താഴെയാണ്, ഞാൻ താഴെയാണ്. മറിക്കാതെ രക്ഷയില്ല, മറിച്ച് വണ്ടി പൊട്ടിത്തെറിക്കുന്നത്. എന്റെ ഭാഗ്യം എനിക്ക് ആ ചിന്തയൊന്നും പോയില്ല. അതിനുള്ള സമയം കിട്ടിയില്ല. ഉണ്ടായിരുന്നു, ധാരാളം സമയം ഉണ്ടായിരുന്നു. നമ്മളവിടെ അതല്ലേ പറഞ്ഞ, ഞാൻ ആദ്യമായിട്ടാണ് ആക്സിഡന്റ് സീൻ അനുഭവിക്കുന്നത്. അതിന്റെ അകത്തിരുന്ന് സംസാരിക്കാണ് എല്ലാരും കൂടി, ഒരു ചർച്ച. എന്താണ് ഓക്കെ അല്ലേ, അല്ല ഞാൻ ഓക്കെയാണ്, അല്ല ഞാൻ ഓക്കെ, അതുപോലെ ഒരു ചർച്ച. ഫുള്ള് ഇരുട്ടും. അവസാനം പുറത്തേക്ക് എടുത്തപ്പോ ഞാൻ ഓക്കെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഷൂട്ടിന്റെ ആദ്യ സമയങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. ആക്സിഡന്റ് എന്ന് പറയുമ്പോഴേക്കും ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയൊക്കെയാണ്, നടക്കാനൊക്കെ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല. ഞാനപ്പോ സൂപ്പർ സ്റ്റാറിനെ പോലെ ഒരു 1000-400 പേരുടെ ഇടയിൽ കൂടി നടക്കുക. മറ്റേ ഇതൊക്കെയാ, ഇത് മറ്റവന്മാരാ. ഓ, ആദ്യമായിട്ടാണ് ആ ഒരു പറച്ചിൽ കേട്ടിട്ട് നമുക്ക് ഡാർക്കാവുന്നത്. നടന്ന് ഒരു വണ്ടിയിൽ കയറി, ഇവനും ഓടി കയറി, എല്ലാരും കൂടി പോവാണ്. എന്റെ ടെൻഷൻ ഇതാ, ഇവര് റൊമാൻസ് 10 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ ഷൂട്ട്. ഞാനാണെങ്കിൽ
കുറെ അത്യാവശ്യം കുറെ കഥകളൊക്കെ കേട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു പടം. അപ്പോ ഇതൊരെണ്ണം മാറിയ ആ ഒരു മാറ്റം വലുതായിരിക്കും എന്നുള്ളൊരു തിരിച്ചറിവുണ്ട്. ഇത് വെച്ചിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാം 10 ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇവർക്ക് എന്നെ മാറ്റാം. ഒരു ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ 3 മാസം ബ്രേക്ക്. ഇവർക്കൊക്കെ തിരക്കുള്ള ആർട്ടിസ്റ്റുകൾ ഡേറ്റ് കാശ് വരും, ഉറപ്പായിട്ട് നടക്കില്ല. അത് അപ്പൊ ഞാൻ പറഞ്ഞില്ല സംഗീതം മാറ്റിയ ഞാനും പുല്ലാന്നുള്ള പറയുന്നുണ്ട് സംഗീതം മാത്രം പറഞ്ഞു. സീരിയസ് ആയിട്ട് ഇതൊന്നല്ല പറച്ചില്. ഞാൻ മാറൂടാ. ഹരിഹരസുധൻ എന്നാണ് ക്യാരക്ടറുടെ പേര്. അപ്പൊ ഹരിഹരസുധൻ ഇനി വേറെ ആളായിരിക്കും എന്നൊക്കെ ഞാൻ പറയാ. ഇമോഷണൽ അടിച്ച് പറയാണ്. ഞാൻ ചെയ്തോളാം. അപ്പൊ വളരെ എന്റെ തന്നെ ഐഡിയ ആയിരുന്നു. ഹരിഹരസുധന്റെ പേരൊക്കെ ഉള്ളതുകൊണ്ട് ഒരു മൂക്കുത്തി വെക്കാന്ന് പറഞ്ഞു. അരുൺ ചേട്ടനൊക്കെ ഭയങ്കര ഉണ്ട്. ഞാൻ മറ്റേ ഷൂട്ടിന്റെ തലേദിവസമാണ് ഇത് കൺഫേം ആയത് വെക്കാം എന്നുള്ളത്. അവര് ഡയറക്ടറൊക്കെ കൺഫേം ചെയ്ത്. അപ്പോ ബുള്ളറ്റ് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ പഴുക്കാൻ സാധ്യതയുണ്ട്. പിയേഴ്സിങ് ചെയ്യാം. നടൻ എന്ന നിലയിൽ ഞാൻ അതിനും തയ്യാറായി. പിയേഴ്സിംഗ് ഒക്കെ ചെയ്ത് കുത്തി സുഖം, നല്ല ചുഖമൊക്കെ കഴിഞ്ഞ് 10ാം ദിവസം അവിടെ നല്ല ചുഖം വരണത്. 10ാം ദിവസം ആക്സിഡന്റ് പറ്റിയിട്ട് CT സ്കാനിന് കൊണ്ടുപോകാൻ പോവാ. ഇതഴിക്കണം. എല്ലാരും ശ്രമിക്കുക. ആർക്കും അറിയില്ല മുക്കുത്തി എങ്ങനെ അഴിക്കണമെന്നുള്ളത്. കൊറേ പേര് വന്നിട്ട് വലിക്കുന്നു, ശ്രമിക്കുന്നു. എന്റെ പ്രശ്നം അതാ. അവസാനം ഒരു ഡോക്ടർ വലിച്ചെടുത്തു. പിന്നെ ഐഡിയ തന്നെ ആയതുകൊണ്ട് ഫുൾ ടെൻഷനിൽ ആളെ പറ്റുന്നു. ഞാൻ പറഞ്ഞില്ല സംഗീതത്തെ പേടിക്കേണ്ട, ആരും മാറ്റില്ല. സംഗീതത്തിന്റെ ഹെയർ സ്റ്റൈൽ മറ്റേ ബസ് കട്ടൊക്കെ പോലെ. അപ്പൊ അടുത്ത ദിവസം നോക്കുമ്പോ ഞങ്ങളുടെ റൈറ്റർ ബസ് കട്ടൊക്കെ ഞാനിപ്പോ ഉറപ്പിച്ചു നീയാണല്ലോടോ എന്റെ റോള് ചെയ്യുന്നത്. ഞാനിത് അറിയാത്ത രീതിയിലൊക്കെ തോമസേ ഹെയർ സ്റ്റൈൽ ആടാ ഇന്നലെ അടിച്ചതാ. അത് ചോദിക്കണില്ല, ഉള്ളിൽ ഉറപ്പിച്ചല്ലോ ഇവനാണെന്നുള്ളത്. നന്നായിട്ട് ചെയ്യണോട്ടാ എല്ലാം. എന്നിട്ട് വീണ്ടും ഇന്നുള്ള കോള് അല്ല അവരപ്പ തന്നെ പറഞ്ഞു. അല്ല സംഗീതേട്ടാ, എഡിറ്റിംഗ് മാത്രല്ലാതെ ആക്ടിങ് കൂടെ ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ? ഇല്ല. സംഗീതന്റെ അകത്തപ്പെടാന്ന് പറയോ ഹെലൻ. ഹെലനാണ് ശരിക്കും പറ്റിപ്പോയി. ഹെലൻ കഴിഞ്ഞിട്ട് പിന്നെ ഹെലനിൽ ചെറിയ അത് ഈ സ്പോട്ട് എഡിറ്റേഴ്സിനെയും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെയൊക്കെ പിടിച്ച എല്ലാവരും അഭിനയിപ്പിക്കും. ആനന്ദേട്ടനാണ് എന്നെ ആക്ച്വലി ആദ്യം അഭിനയിപ്പിക്കുക. ആനന്ദ് സി ചന്ദ്രൻ എന്ന് പറഞ്ഞ സിനിമാറ്റോഗ്രാഫർ. പുള്ളിയാണ് ആദ്യം ഇവൻ അഭിനയിച്ച. അപ്പൊ സംഗീതേട്ടൻ എന്ത് പറഞ്ഞു? താല്പര്യമില്ല, ചെയ്യാണെങ്കിൽ നായകൻ. ആ മുകളിലായിരുന്നു ഞാനന്നൊക്കെ. എന്നെ കൊണ്ട് ചെറുതൊന്നും പറ്റില്ല. കിഡിലനായിട്ട് പക്ഷെ സോങ് ഇതിലെ യൂട്യൂബ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വേണ്ട. അത് ഏത് സോങ്ങാ? പൊന്താരമേലാണ്. പിന്നെ ഓർക്കാൻ അതിലൊരു ഓട്ടോ ഡ്രൈവർ ഇങ്ങനെ അന്നവന്റെ ക്യാരക്ടറിന്റെ പറയുകയാണെങ്കിൽ ഇങ്ങനെ ശല്യം ചെയ്യും. ആ ഓട്ടോ ഡ്രൈവറിന്റെ ഫ്രണ്ടായിട്ട് ക്യാരക്ടറിന്റെ ഫിനിഷിലൊക്കെ ഷോട്ടിൽ നിന്ന് തല്ലുള്ളൂ ഒരുത്തന്നെ ഒരു ഷോട്ടില് അത്രേ ഉള്ളൂ അല്ലേ? റിയാക്ഷൻ അലമ്പ പാളിയത്. അതുകൊണ്ട് ഇത്ര പ്രൊമോട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടവൻ. എന്നിട്ട് സീരിയസ് ആയിട്ട് എടുത്ത എപ്പോഴാ ആക്ടിങ്? ഞാൻ ലിറ്റിൽ മിസ് റാവുത്തർ എന്ന് പറഞ്ഞൊരു പടം ചെയ്തായിരുന്നു. അതിനകത്ത് അഭിനയിച്ച് കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ചെയ്യാം, ഇത് ചെറിയ ചെറിയ പരിപാടികളൊക്കെ പിടിക്കാം എന്നുള്ളൊരു ഇത് തോന്നായിരുന്നു. ശരണ്യം, പത്രോസും ഹൃദയവും ഒക്കെ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരായിരുന്നു. അപ്പോൾ അവരോടുള്ള അടുപ്പം കൊണ്ട് ആ കോൺഫിഡൻസിൽ പോയി മാത്രം ഒരു കൺസേണും ഇല്ല, ഒരു ടെൻഷനും ഇല്ല, പോയി ചെയ്തതാ. ഇത് സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ടെൻഷൻ. എന്റെ 10ലെങ്ങാണ്ട് പഠിക്കുമ്പോൾ ഫോട്ടോ ഒക്കെ അതൊക്കെ ഇത് കണ്ടപ്പോ കുറച്ച് സമാനുണ്ട്. ഓക്കെ, മാത്യുവിന് ഭയങ്കര ഒരു മേക്ക് ഓവർ ഉണ്ടല്ലേ? താടിയൊക്കെ ഒന്നും എനിക്ക് എന്ത് ചെയ്യാം. അതൊക്കെ അവിടെ നിക്കട്ടെ. തമിഴ്നാട്ടില് സംഗീതം എന്ന് പറഞ്ഞ ഭയങ്കര പരിപാടി. കാര്യമായിട്ട് ഞാൻ തമിഴില് മാത്രമേ ഉള്ളൂ. അല്ല തമിഴിലല്ലേ ഗോട്ട്? തമിഴിലല്ലേ? ഞാൻ പറഞ്ഞ പ്രേമലു എല്ലാം പറയണേ. ഇതിന്റെയൊക്കെ വേറെ പരിപാടി എന്തായാലും ഉണ്ട്. ഞാൻ പറഞ്ഞ പക്ഷെ ഞാൻ അവിടെ ഒരു സോങ് ഷൂട്ട് ചെയ്യാൻ പോയപ്പോ ക്രൗഡ് ഉണ്ടായിരുന്നു ഭയങ്കര. അപ്പൊ എല്ലാരും സംഗീതത്തിനെ പറ്റി ചോദിക്കുന്നത്. എന്താ വിജയുടെ ലുക്കുള്ള പോലത്തെ ഒരു പ്രേമലു
ഭയങ്കര ഇതാണ് ഇവിടെ. ആക്ച്വലി ഡേവിസ്. ഇത് പറഞ്ഞ തമ്പനയില വേണ്ട. ഒന്ന് പറ സംഗീതേട്ടാ, തമിഴിൽ ഉണ്ടാക്കാൻ ഏറ്റവും thumbnail ഒന്നുമില്ല. എന്റെ thumbnail മമിത ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ thumbnail ഒന്നും തമ്പനയിലുണ്ട്. മമിത അവിടെ പോയപ്പോ വിജയ് വീഡിയോ കോൾ ചെയ്തു. പിന്നെ ഇതൊക്കെ പറഞ്ഞവള് ഇങ്ങനൊരു സംഭവം ഉണ്ട്. അപ്പൊ പുള്ളി പ്രേമല് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ മനസ്സിലായി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ വിളിക്കുന്നു പറഞ്ഞു. ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡ് ഹായ്. സംഗീതേട്ട ഒരു റേഞ്ച്. എന്താ ചെയ്യാ 600. അല്ല അത് സംഗീതന്റെ അടുത്ത് എനിക്ക് അത്രയും സ്നേഹം വരാനുള്ള ഒരു കാരണം തണ്ണീറോന്ന് ഞങ്ങൾ മൈസൂരൊക്കെ ഷൂട്ട് ഉണ്ട്, മറ്റേ സോങ് ഇല്ലേ. അപ്പൊ അതില് അപ്പൊ ആരുടെ കയ്യിൽ പൈസ ഒന്നുമില്ല. ഫുഡ് മോശമായിരുന്നു പ്രൊഡക്ഷന്റെ ആ സമയത്ത്. അവിടെ നിന്ന് അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ഭയങ്കര മോശം ഫുഡാണ്. ആരുടെ കയ്യിൽ പൈസ ഒന്നുമില്ല. അപ്പൊ എല്ലാരും ഇങ്ങനെ വിശന്നിരിക്കുക. ഞാൻ സംഗീതേട്ടൻ, ശങ്കറിന്റെ ഒരു അസോസിയേറ്റ് ഉണ്ടായിരുന്നു ഷബീർ, പിന്നെ ഡിനോയ് ചേട്ടൻ ഉണ്ടായിരുന്നു. അതിലൊരു വിശന്നിട്ട് കഴിക്കാണ്ടിരിക്കാൻ വെള്ളമൊക്കെ കുടിക്കാൻ മറ്റേ വിശപ്പുണ്ട്, മറ്റേ ഫുഡ് കഴിക്കാൻ പറ്റില്ല. അതാണ് അപ്പൊ സംഗീതേട്ടൻ പെട്ടെന്ന് ബാ ഫുഡ് മേടിച്ചു തരാന്ന് പറഞ്ഞിട്ട് സംഗീതന്റെ കാശില്ല. സംഗീതന്റെ അവിടെ നിന്ന് കടം മേടിച്ച് 600 രൂപ ഞങ്ങൾക്ക് എല്ലാവർക്കും വയറിറച്ച് ഫുഡ് മേടിച്ചു തന്നു. മൈസൂര് മലയാളി ഹോട്ടലിൽ നിന്ന് തന്നെ. മലയാളി ഹോട്ടലൊന്നുമല്ല, എന്തൊരു പരിപാടി. മലയാളി ഹോട്ടലായിരുന്നു. എന്തായിരുന്നു കഴിച്ചത്? അവിടത്തെ ഒരു ബിരിയാണി എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനിത് ആദ്യമേ ഇത് പറയാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനിത് പറയുന്ന എന്റെ അടുത്ത് നേരത്തെ ബിൽഡപ്പ് വന്നിട്ടുണ്ടായി. മാത്രമല്ല ഞാനും എവിടെയൊക്കെ കണ്ടിട്ടുണ്ടോ അവരുടെ അടുത്തൊക്കെ ഇത് പറഞ്ഞു. എല്ലാരും അറിയണമല്ലോ അത് നല്ലൊരു കാര്യല്ലേ ചെയ്തേ. പിന്നെന്താ സംഗീതേട്ടാ, ഞാൻ ആ പൈസ ഒരിക്കലും സംഗീതം തിരിച്ചു കൊടുക്കില്ല. ആ കട എനിക്ക് എന്തും വേണം, എന്തെങ്കിലും എനിക്ക് സംഗീതം. ഞാനത് വാങ്ങിയില്ല. വേണ്ടല്ലേ 600? എന്തിനാല്ലേ 600 രൂപ? അതുകൊണ്ടല്ല, കടപ്പെട്ടിരിക്കണവൻ. എന്നവനാ കടപ്പാട്. സന്തോഷമുള്ളൂ. ഇപ്പൊ ഇതില് നമുക്കൊരു സോങ് റിലീസ് ആയിട്ടുണ്ടായിരുന്നല്ലോ. ഡാൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഡാൻസ് ഈ പറഞ്ഞ ആക്സിഡന്റ് കഴിഞ്ഞ് നേരെ ഇറങ്ങിയേക്ക. അതുകൊണ്ട് കുറച്ച് പക്ഷെ സംഗീതയുടെ എന്തായിരുന്നു ഡാൻസ്? പക്ഷെ സംഗീതന്റെ ഡ്രസ്സ് ഭയങ്കര എടുത്തു നിക്കുന്നുണ്ടായിരുന്നു. ആ യെല്ലോ അതൊക്കെ ഞാൻ പറഞ്ഞു, സംഗീതന്റെ ഡ്രസ് ഇങ്ങനെ ഭയങ്കര എടുത്തു നിക്കുന്നുണ്ട്. ഞാനല്ലേ ഡ്രസ്സല്ല, സംഗീതേട്ടനാണ്. അതാണ് പോയിന്റ്. സംഗീതേട്ടൻ ഇട്ട ഡ്രസ്. ഓക്കെ, എന്നാലും ഡാൻസ് ഒക്കെ കളിക്കണ സമയം ബിഹൈൻഡ് ദ സീൻ എന്തെങ്കിലും ഫണ്ണി മൊമെന്റ്സ് ഒക്കെ? ഒന്നുമില്ല, നല്ല പെടലിവേനായിരുന്നു. ഞാൻ സെറ്റിക്കലും പെടലിവേനും. ഞാൻ ആക്ച്വലി എനിക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അപ്പോ വോമിറ്റിങ് വരും. ഭയങ്കര പ്രഷറാ. ഫസ്റ്റ് ഡേ എനിക്ക് തോന്നുന്നത് രണ്ടാമത് തുടങ്ങിയിട്ട് തുടക്ക സമയങ്ങളിൽ എപ്പോഴാണ്, രണ്ടാമത്തെ ദിവസം അങ്ങനെ എന്തോ ഷൂട്ട് നടക്കുന്നു. ഹൈ പ്രഷർ. ഇവരൊക്കെ ഓരോരുത്തര് പോയി സ്റ്റെപ്പ് ഇടുന്നത് കാണുന്നു, കിടുങ്ങുന്നു. ഇവരൊക്കെ നന്നായി അടുക്കള സൈഡിൽ പോയി വാള് വെക്കുന്നു, തിരിച്ചു വരുന്നു. വാളൊക്കെ വെച്ച് തിരിച്ചു വന്ന് ഡാൻസ് കളിച്ച് പെടലുവേന. അപ്പൊ ആലുവേന്ന് വാങ്ങിയൊരു തൈലം ഉണ്ടായിരുന്നു. തൈലം ആരാന്ന് കമന്റ്, ഈ തൈലം എവിടെ നിന്ന് കിട്ടി അത് ചോദിക്കരുത്. ഒരു തൈലം ഉണ്ടായിരുന്നു, അതൊക്കെ പരട്ടി. വൈഫ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് അത് മറക്കാൻ പാടില്ലായിരുന്നു സംഗീതേട്ടാ. നന്നായിട്ട് ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ആദ്യത്തെ കുറെ ദിവസങ്ങളിൽ. ഓക്കെയല്ലേ എപ്പോഴാണ് ഇവൻ വീഴുന്നതെന്ന് ഇവരും നോക്കിയിരിക്കാം. പിന്നെ ഏറ്റവും കൂടുതൽ താഴെ വന്ന കമന്റ് എന്ന് പറയുന്നത് ഇത് ഏത് ഭാഷ എന്നുള്ളതായിരുന്നു. കൊടവ ലാംഗ്വേജിലാണല്ലോ അത് ചെയ്തത്. ഈ പാട്ടിന്റെ അർത്ഥം അതൊന്ന് പറഞ്ഞു. ഇതാ നാടിനെ പറ്റി അവരുടെ കൾച്ചറും അല്ലേ, കൾച്ചറും അവരുടെ നാടിനെ ഭയങ്കര അതിമനോഹരമായിട്ട് വിവരിക്കുന്ന ഒരു പാട്ടാണ്. ഓക്കെ, നമുക്കെന്നാ ജസ്റ്റ് ചെറിയൊരു റാപ്പിഡ് ഫയറിലേക്ക് പോവാം. ഇല്ല, സിമ്പിൾ. ആരാന്ന് പറഞ്ഞാൽ മതി, സംഗീതേട്ടൻ ഓർ മാത്യു? എല്ലാം സംഗീതേട്ടൻ. അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് ഞാനാവും. അങ്ങനെ പറയരുത്. ഡയലോഗ്സ് കൂടുതൽ മറക്കുന്നത് ആരാണ്? സംഗീതേട്ടൻ. ഞാനാണ്, ഉറപ്പായിട്ടും ഞാനാ. ആണല്ലേ? എത്ര ടേക്ക് വരെ പോകുന്നു? പക്ഷേ പറയുന്ന ടേക്ക് അതൊരു 40ാമത്തെ ടേക്ക്. അതൊരു പറച്ചിലായിരിക്കും 40ാമത്തെ ഇടയിലും. അല്ല, പക്ഷെ അത്രയും
പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്, അതിനു വേണ്ടിയാണ്. അല്ല പിന്നെ അത്ര ഡയലോഗ് മറക്കുന്ന ഒരു വലിയ സംഭവം ഒന്നും അല്ല കേട്ടോ ആക്ച്വലി. ഡയലോഗ് മറക്കാറുണ്ട് എല്ലാവരും മറക്കും. ഞാനും മറക്കാറുണ്ട്. അതെ. ഏറ്റവും കൂടുതൽ ടേക്ക് പോയത് ഏത് സിനിമ? അത് ഏത് സിനിമയാണെന്നോ? കൊറേ ടേക്ക് പോയൊരു ഷോട്ട് ഓർമ്മ ഉണ്ടാവോ? എനിക്കിതില്ല റൊമാൻസില് ഫസ്റ്റ് ഡേ. ഫസ്റ്റ് ഡേ തന്നെ കുറെ ഡേ 20 പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. 20 പോയായിരുന്നു. 20 പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്റെയും റൊമാൻസ് തന്നെ ആയിരിക്കണം. ഡയലോഗ് ഉള്ള എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടല്ലോ, ലോങ് ഡയലോഗ്സ് ഒക്കെ. അല്ല അങ്ങനെ ഒന്നും പോയിട്ടില്ല തോന്നുന്നു. അങ്ങനെ ആരുടെയും ഒരു 2-3 ഇല്ല എന്റെ അങ്ങനെ ടേക്ക് പോകാറില്ല. കുറച്ചേരം പിന്നെ 40 ഓക്കെ. ഷൂട്ടിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ റെഡി ആവാൻ സമയം എടുക്കുന്നത് ആരാണ്? സംഗീതേട്ടൻ. കാരണം എന്താണെന്നറിയോ, ഞാൻ ആദ്യമേ റെഡി, ഞങ്ങളെ ഒരുമിച്ച് റെഡി ആക്കണേ. അപ്പൊ ഞാൻ ആദ്യം കയറിയിരിക്കും, എന്നിട്ട് ഞാൻ പോകും. അവിടെ ഇവരെല്ലാരും വിചാരിക്കും ഞാൻ ഷോ ഇട്ട് വൈകിട്ടാണെന്നാ വിചാരിക്കണേ. സത്യത്തിൽ അതല്ല. പിന്നെ ഓൾസോ ഞങ്ങക്ക് 2 ക്യാരവൺ ഉണ്ടായിരുന്നു. എനിക്ക് വേറെ മ്യൂനായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇരിക്കുന്നത് ഒരുമിച്ചായിരിക്കും. അത് പക്ഷെ എല്ലാവർക്കും അറിയണമൊന്നുമില്ല. അപ്പൊ ഞാൻ എന്നിട്ട് നേരത്തെ അവിടെ പോയിട്ട് സംഗീതേട്ടനാണ് ഇപ്പൊ മനസ്സിലായില്ല ഇവൻ എന്നെ പുകഴ്ത്തണല്ലോ. സ്നേഹം ഉള്ളിടത്താണല്ലോ നമുക്ക് ഇത് ചെയ്യാനുള്ള സ്പേസ് കിട്ടുള്ളൂ. സ്നേഹമില്ലാത്ത ആളുടെ അടുത്ത് ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണം? അതെ, അത് മനസ്സിലാക്കുന്നതല്ല ഒരു കാര്യം സ്നേഹം. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഒരു ഡെസേർട്ടിൽ പെട്ടുപോയി എന്ന് വിചാരിക്കാം. ആരായിരിക്കും ക്ലെവർ ആയിട്ട് ഡിസിഷൻ? ഞാൻ പറഞ്ഞത് മറ്റേ ചോദ്യ. എന്നിട്ടൊരു സ്ക്രൂ ഉണ്ട്, അങ്ങനെ അവിടെ നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? ബുദ്ധി രാക്ഷസൻ. മാത്യു തോമസ്. ക്രൂക്കടാണോ? ഞാനൊരു ബുദ്ധിയൊക്കെ ഉപയോഗിച്ചൊരു പരിപാടി ചെയ്യും. രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നിടത്ത് താഴെ വീഴും. അവിടെ ഇവ കയറി ആ സമയം കൂടി ആലോചിച്ച് കറക്റ്റ് ഐഡിയ ഒക്കെ ഇതാക്കിയിട്ട് ടെക്നിക്കലി അതിന്റെ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള പരിപാടി ചെയ്ത് അവൻ രക്ഷപ്പെടും. അല്ലെങ്കിൽ എന്നെ കൊന്നിട്ടാണെങ്കിൽ അവർ രക്ഷപ്പെടും. അതെനിക്ക് ഉറപ്പാ. അങ്ങനെയാണോ സംഗീതേട്ടാ? ഞാൻ മരിച്ചിട്ടായാലും സംഗീതം രക്ഷപ്പെടുത്തും. മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടുത്താ? അവന്റെ ജീവൻ ബലി കഴിച്ചിട്ട് എന്നെ രക്ഷപ്പെടുത്താലോ. ഇപ്പൊ സംഗീതയുടെ കരടിയുടെ കഥ കേട്ടിട്ടില്ലേ? അല്ല, സംഗീതയുടെ ഹൃദയം വേണം. അപ്പൊ എനിക്ക് മരിച്ച് രക്ഷപ്പെടുത്താൻ പറ്റില്ലേ? ഒരു കരടി വരണു, അവന് മുമ്പിൽ ചാടിയിട്ട് അവൻ ജീവൻ ബലി കഴിച്ച് എന്നെ രക്ഷപ്പെടുത്താം. നല്ലതാ. ഓക്കെ, അന്ന് എന്റെ പെടലി ചവിട്ടിയാവും പോയത്. ആക്സിഡന്റ് പറ്റിയപ്പോ ഇവൻ ചവിട്ടിട്ട് അഗാധമായ ഒരു ശക്തി ഇവിടെ അപ്ലൈഡ് ആയിട്ട് ഡോക്ടർ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഇവൻ ചവിട്ടിയാവുന്ന ആയതുകൊണ്ട് വെറുതെ വിട്ടു സംഗീതേട്ടൻ അല്ലേ? ആരാണ് ഞാൻ വെറുതെ ശരിക്കും ആണോന്നൊരു. ആരാണ് ഏറ്റവും കൂടുതൽ ഫോണിൽ അഡിക്റ്റ്? സംഗീതേട്ടൻ. സംഗീതയുടെ സ്കോർ ചെയ്യാണല്ലോ. കൂട്ടത്തില് വൃത്തിയായിട്ടല്ല സംഗീതേട്ടൻ. ഈ കൂട്ടത്തില് അത് അതുകൊണ്ടല്ല, സംഗീതേട്ടൻ എപ്പോഴും വൈഫിനെ വിളിച്ചോണ്ടിരിക്കണ്ടാവും. അങ്ങനെയാണ്. എന്തെങ്കിലൊക്കെ ആൻസി ചേച്ചി സെറ്റിൽ വന്നില്ലെങ്കിൽ സംഗീതേട്ടൻ വെറുതെ പറഞ്ഞോ. ഞാൻ ഇൻസ്റ്റാഗ്രാമില് വല്ല റീല് കണ്ടിരിക്കുന്നുണ്ട്. അവള് കേട്ടിട്ട് അവള് താഴെ കമന്റ് ഇടും എപ്പോന്ന് വെച്ചിട്ട്. ഈ ആൻസിച്ചർ കാര്യം എപ്പോഴാ മാത്യുടെ അടുത്ത് ആദ്യം പറഞ്ഞേ? കല്യാണത്തിന് മുമ്പ് പറഞ്ഞായിരുന്നു. അതുവരെ മിണ്ടിയില്ല അല്ലേ? കല്യാണത്തിന് മുമ്പ് തലോസല്ല, റിലേഷൻഷിപ്പ് ആയപ്പോ പറഞ്ഞു 3 വർഷം. അതിന്റെ ഇടയിലൊക്കെ പറഞ്ഞു. ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടായതുകൊണ്ട് എല്ലാ ഗ്യാപ്പുകളും അവൻ അറിയായിരുന്നു. അങ്ങനെ കമ്മിറ്റ് ആയപ്പോ തന്നെ വിളിച്ച്. അതൊന്നുമല്ല, കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങൾ അങ്ങനെ എല്ലാ ദിവസവും വിളിച്ച് അങ്ങനത്തെ അല്ല. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ തിരക്കുകളിൽ പെട്ടവൻ സംഗീതം പയ്യെ കുറഞ്ഞു. പിന്നെ പതുക്കെ ഹെലൻ, സൂപ്പർ ശരണ്യ അങ്ങനെ പോയി. അങ്ങനെ പെട്ടെന്ന് കല്യാണം ആവാറായിന്ന് പറഞ്ഞപ്പോ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു മാത്യു. അവന്റെ ചേട്ടന്റെ കല്യാണം വരാൻ പോവാണല്ലോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും വന്നില്ല ഇവനൊന്നും മനസ്സമ്മതത്തിന്. ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. ദുബായിൽ ആഘോഷിക്കാൻ പോയി. കല്യാണത്തിന് ചമ്മനും ഈ പറഞ്ഞ ഇവനൊക്കെ കൂടി മോശം ദുബായിൽ പോയി. അന്ന് പരിചയമില്ലായിരുന്നു, എങ്കിലും ആ കൂട്ടത്തിൽ അരുൺ ചേട്ടനും ഉണ്ടായിരുന്നു. കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടായില്ല, അതുകൊണ്ട് എനിക്ക് പരാതി പറയാൻ പറ്റില്ല. കല്യാണത്തിന് പോയി. അല്ല, അന്ന് ഞങ്ങള് പരിചയം ഉണ്ടായില്ല. കല്യാണത്തിന് പോയിട്ടോ.
കല്യാണത്തിന് ഇവര് വന്നിട്ടുണ്ടായിരുന്നു. അയ്യോ ആ സ്റ്റില്ല കൂടി ഇടാൻ. കല്യാണത്തിന് പോയത് മാത്രല്ല, കല്യാണത്തിന്റെ സേവ് ഡേറ്റ് ഷൂട്ട് ചെയ്ത് ആരൊക്കെയാന്ന് നോക്കി. ഇവനും തോമസ് ഡയറക്ട് ചെയ്തു, മാത്യു അസിസ്റ്റന്റ് ഡയറക്ടർ. ഓ പൊളി. ഒരു ഫുൾ ഡേ. സേവ് ദ ഡേറ്റ് ഒന്നും പറയില്ല, മ്യൂസിക്കൽ വീഡിയോ ട്രീറ്റ് വീഡിയോ. ഫസ്റ്റ് അഡ്വൈസ് കൊടുക്കുന്നത് ആരാണ്? അല്ല, ഞങ്ങള് ഉപദേശം കൊടുക്കുന്ന ആള് ഞാനാ. പരിപാടി ആയിരിക്കും കറക്റ്റ് ആയിട്ട് പല പ്രശ്നങ്ങളിൽ നിന്നും ബ്രോമാക്സിന്റെ സെറ്റിന്റെ ഇടയിൽ പോലും രക്ഷിച്ചിട്ടുണ്ട്. ആ അഡ്വൈസ് അത്ര പോരായിരുന്നു തോന്നുന്നു. ഏയ് കറക്റ്റ് അന്ന് രക്ഷപ്പെട്ടത് ഞാൻ എന്റെ മുമ്പിലുണ്ടല്ലേ. പക്ഷെ മാത്യുവിന്റെ എക്സ്പ്രഷനിൽ അങ്ങനെയല്ലല്ലോ. ഒന്നുമല്ല, അഡ്വൈസ് തരാറുള്ളതൊക്കെ നല്ലതാ. ഞാൻ അഡ്വൈസ് ചെയ്യാൻ ആരുമല്ലോ എന്റെ സംഗീതത്തിന്. അതെ, ഓക്കെ. എല്ലാം സംഗീതമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ചോദ്യം തൂക്കി സംഗീതം കൊണ്ടുപോയി ഇത് ഞാൻ എടുത്തു. ഓക്കെ, ആരാണ് ഫുഡി? സംഗീതമായിട്ട് അല്ലല്ല പോടാ ഫുഡ് സംഗീത അല്ല, ഫുഡ് കഴിക്കുന്നതിലല്ല, സംഗീതം അവാർഡാണ്, നമുക്ക് പുറത്തേക്ക് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇനീഷ്യേറ്റീവ് ടേസ്റ്റ് ഉള്ള ഫുഡ് കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പക്ഷെ കൊറേ കഴിക്കുവോ അങ്ങനൊന്നുമില്ല. കുറെ കഴിക്കുന്നതല്ല ഫുഡ് അല്ല, അപ്പൊ ഞാനാ ഫുഡ് അതും ഓക്കെ. അടുത്ത എന്തെങ്കിലും ഒരെണ്ണം കൊടുക്കുവോ ഈ കൂട്ടത്തിൽ മാത്യു എന്ന് പേരുള്ള ആരൊന്നും ജയിക്കട്ടെ. അത് ഞാൻ തന്നെ തലയിട്ട് വെച്ചു. പിശുക്കൻ. ഞാനല്ല, അതങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പിശുക്കനല്ലെന്നോ. ആണോ? ഞാൻ ബില്ല് കൊടുക്കാറില്ല. ബില്ല് കൊടുക്കാറുണ്ട്. അല്ല, പിശുക്കൻ അങ്ങനെയല്ല, അതും പക്ഷെ സംഗീതമാണ് കമ്പാരിറ്റീവ്. എനിക്കല്ലേ ഫാമിലി ഒക്കെ ഉള്ളത്, ഞാനത് അപ്പൊ നമ്മള് കുറച്ച് ശ്രദ്ധിക്കുന്നു. പക്ഷെ ഇപ്പൊ മറ്റേ അമ്പാനി കൂടല്ലേ. പണ്ട് അതൊരു കാലം. ഇത്രയും വലിയ കഥയും പറഞ്ഞു നീ എന്റെ പിശുക്കനില് അല്ലാതെ ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ ഒരു റെസ്പോൺസിബിലിറ്റി വന്നപ്പോ പണ്ട് ഇല്ലാത്ത കാശ് വീശും. അതൊക്കെ ഒരു കാലല്ല. പ്ലാനിങ് മോർ ഡ്രാമാറ്റിക് ഇൻ റിയൽ ലൈഫ്. എടുത്തോ സംഗീതേട്ടൻ. ഇത് മൊത്തം ഞാൻ ജീവിതത്തില് ഞാൻ പറഞ്ഞില്ലേ, ഈ റൗണ്ട് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ സംഗീതം ഡ്രാമ എന്ന് വിളിക്കുന്നതിനേക്കാൾ ട്രിപ്പ് പ്ലാനർ. സംഗീതേട്ടൻ പോയിട്ടില്ല, പക്ഷെ സക്സസ്ഫുൾ ട്രിപ്പ് പ്ലാനറിനല്ലോ. കൂട്ടത്തിൽ എല്ലാത്തിനും ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ആള് സംഗീതേട്ടൻ. കടം വാങ്ങിച്ചവരെയും ഭക്ഷണം വാങ്ങിക്കാൻ കൊണ്ടുപോവാ. 600 രൂപ മുടക്കി ഞങ്ങൾ എല്ലാരും വയറിറച്ചു. ഇപ്പൊ പ്ലാനിങ് എവിടെയെങ്കിലും എത്തിയിട്ടുണ്ട്? എവിടെയെങ്കിലും എന്റെ പ്ലാനുകൾ കുറെ തെറ്റി, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കണേ. ആണല്ലേ? അത് പറഞ്ഞതിന് ഉദ്ദേശല്ലേ. ഇത് നല്ല സാരില്ല. ആരൊക്കെ വന്ന സ്ഥലം അല്ലേ? അതെ, ആരൊക്കെ വന്ന സ്ഥലം. അപ്പൊ ഇനി എവിടെയെങ്കിലും പോവാൻ പ്ലാൻ ഉണ്ടോ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റില്? തൽക്കാലം ഇല്ല. അവന് തിരക്കല്ലേ. എനിക്കോ എഡിറ്റ് ചെയ്യണം, അഭിനയിക്കണം, എന്തൊക്കെ പരിപാടികളാ. പുതിയ പടം അനൗൺസ് ചെയ്തില്ലേ? അഭിനയിച്ചാരെന്തെങ്കിലും ചോദിക്കാം, അവൻ എടുക്കട്ടെ. അത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേ, വിജയനെ പോലെ ചോദിച്ചേ. ഓക്കെ, കൂടുതൽ ഷോപ്പ് ചെയ്യുന്നത് ആരാണ്? അതെനിക്ക് വേണ്ട, എനിക്കെന്തിനാ അതെങ്കിലും എടുത്തോ നീ. അങ്ങനെ കൊടുക്കല്ലേ, കറക്റ്റ് ആയിട്ട് പറ. ഞാൻ ഷോപ്പൊന്നും ചെയ്യാറില്ല, കുറവാ. അപ്പൊ മാത്യു? ഞാനും നല്ല, ഞാൻ കടയിൽ പോലും കയറാറില്ല. ഡ്രസ്സൊക്കെ വാങ്ങി തരുന്നേ? അല്ല, അത് ഞാൻ അതും സംഗീതത്തെ. ഓക്കെ, വായി നോക്കി അതെങ്കിലും മാത്യുവിന് കൊടുക്കാം. ശരിക്കും ഞാൻ അത് ഞാനും എടുക്കാൻ ഭയങ്കരമായിട്ട് ഓപ്പൺ ആയോ? ഭയങ്കരമായിട്ട് നീ തോറ്റു പോകുന്നുണ്ടല്ലോ ഈ എപ്പിസോഡില്. ഓപ്പൺ ആവുന്നുണ്ടോ? ഇല്ല, പാർവതി ബാബുവിന്റെ ഇന്റർവ്യൂവിൽ അങ്ങനെ ആവാം. ഞാൻ തുറന്നു പറയാൻ വേണ്ടിട്ട് ഇവിടെ വന്നേക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് എനിക്കിട്ട് നല്ലോണം തരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കൂട്ടത്തിൽ തട്ടിക്കൊണ്ടുപോകാൻ ചാൻസ് കൂടുതൽ ആരെയാണ്? ഭാഗ്യം. അല്ല, ഞാൻ മനസ്സിലായില്ല. ഞങ്ങളാരെങ്കിലും തട്ടിക്കൊണ്ടുപോകാനാണ്? അവനെ എന്നെയൊക്കെ ആർക്കാണോ? സംഗീതജ്ഞ മതി, സ്റ്റേറ്റ് അവാർഡ്, എഡിറ്റർ, ആക്ടർ, മൾട്ടി ടാലന്റഡ്. എന്തുകൊണ്ട് ഞാൻ പോണ സ്ഥലം മുഴുവൻ സ്റ്റേറ്റ് അവാർഡ് കെട്ടിപ്പിടിച്ചല്ല പോണ എന്നെ തട്ടിക്കൊണ്ടുപോകാൻ. അല്ല, അങ്ങനത്തെ ഒരാളെ വേണ്ടേ? ടാലന്റ് നോക്കിയാണോ തട്ടിക്കൊണ്ടുപോണേ? കാശ് നോക്കിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ കാശ് തന്നെ ഉള്ളു. കാശുണ്ടല്ലേ സംഗീതേട്ടാ? എത്ര മ്യൂച്വൽ ഫണ്ടുകൾ,
ഇൻവെസ്റ്റ്മെന്റുകൾ, ഇൻകം ടാക്സ് ഷുവർ. എടാ, ഇത് കഴിയുമ്പോ തീർന്ന്. 3 റിസർവ് കടമൊക്കെ ചോദിച്ചാൽ തരുമോ? കാശിന് വേണ്ടിയിട്ടാണോ സ്നേഹം തോന്നിയിട്ട് തട്ടിക്കൊണ്ടുപോകണോ? ഏതാണ്? കാശിന് വേണ്ടിട്ടാണെങ്കിൽ സ്നേഹം തോന്നിയിട്ടാണെങ്കിൽ സംഗീതേട്ടൻ. സംഗീതേട്ടന് സംഗീതേട്ടൻ ഈ ഇന്റർവ്യൂവിന്റെ ഐശ്വര്യം എല്ലാം സംഗീതേട്ടൻ. ഫോട്ടോ ഓക്കെ, കട്ട് മറ്റൊരാളുടെ ചെയ്യേണ്ടത് കുറച്ച്, അല്ലെങ്കിൽ ആളുകൾ വിചാരിക്കും എന്നെ ജയിപ്പിക്കാൻ വേണ്ടി. ഇല്ല ഇല്ല, സംഗീതൻ ഇപ്പൊ തന്നെ കട്ട് ചെയ്യേണ്ടൊക്കെ പ്ലാൻ ചെയ്തോണ്ടിരിക്ക. ഒന്നുമില്ല. ഓക്കെ, ഇന്റർവ്യൂ സംഗീതം കൊടുക്കും. അല്ല, ഞാനിപ്പോ തന്നെ എടുത്തിട്ടെ സംഗീതന് പേയ്മെന്റ് എത്രയാ? താങ്ങോ? പേയ്മെന്റ് വേണ്ട, ഫ്രീ ആണോ? എടാ, ലാപ്പ് എടുത്ത് കൊടുക്കടാ. ഇപ്പൊ തന്നെ ഡിസ്ട്രാക്ട് ആണ്. ഞങ്ങളെ മുതലേ ഫോട്ടോ അത് കണ്ട ഫോട്ടോ നിങ്ങളുടെ മൂന്നേരെ ഫോട്ടോ കണ്ടപ്പോ ചിരിക്കണ്ടായിരുന്നല്ലോ, അവരുടെ കണ്ടപ്പോ എന്താ? ഇഷ്ടായില്ല. ചെറിയ ചെറിയ ഈഗോ. ഓക്കെ, മറ്റുള്ളവരുടെ പാത്രത്തിൽ കൈയിട്ട് വരുന്നു. സംഗീതേട്ടൻ അതാണ് ക്വസ്റ്റ്യൻ. അല്ല, അങ്ങനെയല്ല. നമ്മള് ഫുഡൊക്കെ എടുക്കണെങ്കിൽ സംഗീതം കുറച്ചെടുക്കും. അങ്ങനെ ശരിയാ. ഇവനാണെങ്കിൽ മറ്റേ ചോദിക്കത്തില്ലേ, ഫുഡ് ഷെയർ ചെയ്യാത്ത ആളെന്നുള്ള വല്ലതും ചോദിക്കത്തില്ലേ? ഫുഡ് ഷെയർ ചെയ്യാത്തതാണ്. സംഗീതേട്ട തൊടരുത്, ഇതിനകത്ത് തരില്ല ഞാൻ, ഇങ്ങനെ ഭീഷണിപ്പെടുത്തിട്ട് ഇരിക്കണ. അപ്പൊ അത് എടുക്കാനുള്ള ടെൻഡൻസി കൂടുതലായി. അത് ഇവന്റെ അടുത്തായോണ്ട് അങ്ങനെ ഒരു റൂള് പോലെ ഞങ്ങളുടെ ഇടയിൽ വേണ്ട. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഗൈസ്, ഇത്രയും നേരം എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിന്. അപ്പോൾ എന്തായാലും റൊമാൻസ് തിയേറ്റേഴ്സിലേക്ക് എത്താൻ പോവാണ്. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെന്റിൽ കാത്തിരിക്കുന്ന ഒരു സിനിമ. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേക്കാണ് ബ്രൊമാൻസ് റിലീസ് ആവാൻ പോകുന്നത്. നമ്മൾ എന്തായാലും തിയേറ്ററിൽ പോയി കാണും. എല്ലാവരും ഭയങ്കര എക്സ്പെക്ടേഷനിൽ ഇരിക്കുന്ന ഒരു മൂവിയാണ്. ബിക്കോസ് അത്രയും കാസ്റ്റിംഗ് ഒക്കെ വരുന്നു, പാട്ടൊക്കെ തന്നെ ഇപ്പം തന്നെ മില്യൺ വ്യൂസിലേക്കൊക്കെ എത്തി ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ട്രെയിലറിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യണം. എനിവേസ്, ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾ ഒന്നിച്ച് ഇനിയും ഒരുപാട് സിനിമകൾ വരട്ടെ. ഇനിയില്ലേ ഇവന്റെ കൂടെ അഭിനയിക്കില്ലെന്നാണോ? ഇല്ല, വരുന്നുണ്ട്. ഉണ്ട്. ഓ, അവരൊന്നിച്ച് പടം വരുന്നു, നമുക്കും വിളിക്കാം. ഓക്കെ, അല്ല അങ്ങനെ തന്നെ വരട്ടെ. ഒന്നിച്ച് ഇനിയും ഒരുപാട് പടങ്ങൾ വരട്ടെ. അതെ. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.